ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. ഖുർആൻ പറഞ്ഞ റഹീം എന്നതിന്റെ നേരെ വിവർത്തനമല്ലേ ഈ ചൊല്ലുന്നത് മുൻജിൽ ഖലായിഖ മിൻ ജഹന്നമ ഫീ ഗദി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ദുനിയാവിൽ എന്ത് പീഡനം അനുഭവിച്ചപ്പോഴും ദുആഇർക്കാതെ ആ ദുആ അവിടെ വെച്ചത് ഉമ്മത്തികളായ നമ്മെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ റഹീമാണ്. ഈ നബിയെ നാം നമ്മുടെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം. നമ്മുടെ സന്തോഷത്തിൽ സ്നേഹിക്കണം, നമ്മുടെ ദുഃഖത്തിന്റെ ഘട്ടത്തിൽ സ്നേഹിക്കണം. നമ്മുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ ആ തങ്ങളെ മറക്കരുത്. നമ്മുടെ വീട്ടിലൊരു കല്യാണമുണ്ടായാൽ തങ്ങളെ മറക്കരുത്. എന്ത് സന്തോഷം നമുക്ക് വന്നാലും ഹബീബായ നബിയെ ഓർക്കുന്നവരാകണം. എന്ത് ദുഃഖം നാം കടിച്ചിറക്കുമ്പോഴും നബി തങ്ങളെ നമുക്ക് ഓർമ്മ വേണം. അങ്ങനെ ബഹുമാനപ്പെട്ട നബിയോട് ബന്ധവും കടപ്പാടുമുള്ളവരാണ് നാം. ആ റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വലാത്തുകൾ എപ്പോഴും വർദ്ധിപ്പിച്ചാൽ നാളെ പരലോകത്ത് ശഫാഅത്തിന് വേണ്ടി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് ഉപകാരപ്പെടുന്നത് എങ്ങനെ? മീസാൻ എന്ന തുലാസിന്റെ മുമ്പിൽ അമലുകൾ തൂക്കി നോക്കുമ്പോ ഒരു നന്മ കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടിരുന്നേനെ. ചില ആളുകൾ അങ്ങനെ ഒരു നന്മ കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടു. ചില ആളുകൾ രണ്ടും സമം. അപ്പൊ ഒരു നന്മ ഇട്ടുകൊടുത്താൽ സ്വർഗത്തിലേക്ക്. ചില ആളുകൾക്ക് ഒന്നുമില്ല, നന്മ കുറവ്, തിന്മ കൂടുതൽ. അങ്ങനെ പലരും പല വിധത്തിലാണ്. അല്ലാഹു നന്മ ഭാരം കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. മലക്കുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പറയാൻ വേണ്ടി. അതാ ഓരോരുത്തരെ ലിസ്റ്റ് വിളിച്ചു പറയുന്നു. മീസാൻ എന്ന തുലാസിൽ അമലിട്ട് തൂക്കി നോക്കുമ്പോൾ അമലുകൾ ഭാരം തൂങ്ങുന്ന സമയത്ത് സഇദ ഫുലാൻ സഇദ ഫുലാൻ ലാ യഷ്ഖാ ബഅദഹു അബദാ. ഇന്നാള് വിജയിച്ചു പോയി, ഇന്നാള് വിജയിച്ചു പോയി, ഇനി അയാൾ പരാജയപ്പെടുന്ന പ്രശ്നമില്ല, അയാൾ സ്വർഗത്തിലേക്ക്. അങ്ങനെ പലരെ കുറിച്ചും വിളിച്ചു പറയൂ. ചിലരുടെ കൈ പിന്നിലേക്ക് പിടിച്ചു കിട്ടും. ചങ്ങലയിട്ട് ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. അങ്ങനെയുണ്ട് വേറെ കൂട്ടര്. അങ്ങനെ അദാബിന്റെ മലക്കുകൾ നന്മ കുറഞ്ഞതിന്റെ പേരിൽ ചങ്ങലയിട്ട് കെട്ടിപ്പൂട്ടാൻ ശ്രമിക്കുമ്പോഴാണ് മീസാൻ എന്ന തുലാസിന്റെ മുമ്പിൽ ബേജാറായി വേവരാതിപ്പെട്ട് നിൽക്കുന്ന സമയത്തതാ ഒരു ചെറുപ്പക്കാരൻ ഒരു കിറ്റ് പിടിച്ചിട്ട് ഒരു കീസയും തൂക്കിപ്പിടിച്ച് കടന്നു വരുന്നു, ഒരു ബാഗും തൂക്കിപ്പിടിച്ചിട്ട് കടന്നു വരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു കാണാം, ഒരു ബാഗ് തൂക്കിപ്പിടിച്ചിട്ട് വരുന്നു. ഈ തുലാസിന്റെ മുമ്പിൽ ബേജാറായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് അതാ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. കടന്നു വന്നിട്ട് തന്റെ ആ ബാഗ് ഒന്ന് വലിക്കുന്നു. അതിന്റെ ഷിബ് വലിക്കുമ്പോ അതിൽ നിന്ന് കല്ലൻമിലത്തി, കൈവിരൽ പോലെ കട്ടിയുള്ള സ്വർണത്തിന്റെ കളറുള്ള ഒരു കഷ്ണം എടുത്തിട്ട് ആ തുലാസിന്റെ തട്ടിലേക്ക്, നന്മയുടെ തട്ടിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുമ്പോൾ തിന്മയെല്ലാം പാറിപ്പോയി നന്മയങ്ങ് ഭാരം കൂടി. ഈ മനുഷ്യന് സ്വർഗത്തിലേക്ക് സഇദ ഫുലാനുൻ ലാ യഷ്ഖാ ബഅദഹു അബദാ എന്ന് വിളിച്ചു പറയുമ്പോ സ്വാഭാവികമായും നമ്മൾ ചോദിക്കൂലേ, ഈ വന്ന ആളോട് നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാ? എന്താ നിങ്ങൾ ആ വേഗം എടുത്തിട്ട് എന്റെ തുലാസിന്റെ തട്ടിലിട്ടത്? അതിട്ടപ്പോഴാണല്ലോ എന്റെ നന്മക്ക് ഭാരം കൂടിയത്, എന്റെ തിന്മയൊക്കെ പാറിപ്പോയത്. എന്താണ് ആ സാധനം? നിങ്ങൾ ആരാണ്? ആ മനുഷ്യൻ പറയും, അന റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോഴുള്ളൊരു സന്തോഷം, അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് ആ സന്തോഷം നൽകുമാറാവട്ടെ. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ എന്താണ് ആ ബാഗിൽ നിന്നെടുത്തത്? ആ ബാഗിൽ നിന്നെടുത്തിട്ട് തുലാസിന്റെ തട്ടിൽ എന്താണ് ഇട്ടുകൊടുത്തത്? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നീ എന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഞാനും നിങ്ങളും ചൊല്ലുന്ന സ്വലാത്ത് റഖീബ് അതീദ് എഴുതി വെക്കൂല. അത് റഖീബിനെ എഴുതാൻ ഏൽപ്പിച്ചിട്ടില്ല. അത് റഖീബിന്റെ റെക്കോർഡിൽ കാണുകയുമില്ല.
അതുകൊണ്ടാണ് നമ്മുടെ നന്മ തൂക്കി നോക്കിയപ്പോ സ്വലാത്ത് അതിൽ കാണാതെ പോയത്. അതുകൊണ്ട് നീ എനിക്ക് ചൊല്ലിയ സ്വലാത്ത് എന്റെ പക്കലാണ് അതിന്റെ സൂക്ഷിപ്പ്. നിന്റെ വായിൽ നിന്ന് സ്വലാത്ത് അങ്ങ് വീഴുന്നതോടുകൂടി അല്ലാഹു തആല പ്രത്യേകമായി നിശ്ചയിച്ച മലക്കുകൾ അതെടുത്ത് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ആ സ്വലാത്തിന്റെ ഫയൽ എന്റെ പക്കലാണ്. ഞാനത് സൂക്ഷിക്കുകയായിരുന്നു. അതെന്റെ കൈവശമുണ്ട്. അതാണ് ഞാൻ ഈ തുലാസിന്റെ തട്ടിലിട്ട് തന്നത് എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ഒരു സന്തോഷം എന്താണ് മുസ്തഫായ നബി തങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നീ ചൊല്ലിയ സ്വലാത്തുകളാണ് ഞാനിപ്പോൾ തുലാസിന്റെ തട്ടിലിട്ടത്. ആ മനുഷ്യന്റെ തിന്മകളൊക്കെ പോയി, നന്മകൾക്ക് അങ്ങ് ഭാരമായി പോയി. അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. നബി തങ്ങളെ കൊണ്ട് പരലോകത്ത് സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ അനവധിയാണെങ്കിൽ അതിലൊരെണ്ണം മാത്രം ബറക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അത് തെറ്റുകൂടാതെ കൃത്യമായി ഇഖ്ലാസോടും കൂടിയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പ്രതിഫലം? നാമം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം